നമസ്കാരം. ഗുരുതര ആരോപണമാണ് PV അൻവർ MLA ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ADGP MR അജിത് കുമാറിനെതിരെ. ന്യൂസ് 18 ഇന്നലെ പുറത്തുവിട്ട വാർത്ത സിമി AICC അംഗം അവരുടെ വെളിപ്പെടുത്തലിൽ നിർണായകമായിട്ടുള്ള ഡെവലപ്മെന്റുകൾ ഉണ്ടാകുന്നു, വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാകുന്നു. വിശദമായി നോക്കാം. പകൽ വാർത്തയിൽ ആദ്യം തലക്കെട്ടുകൾ. P. ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ ഗുരുതര ആരോപണവുമായി PV അൻവർ MLA. ADGP MR അജിത് കുമാർ ക്രിമിനൽ. മുഖ്യമന്ത്രിയെ കുഴപ്പത്തിലാക്കാൻ ഉന്നതരുടെ നീക്കം. പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെയും ഗുരുതര ആരോപണം. വിശ്വസിച്ചേൽപ്പിച്ചതാരാ? സഖാവ് P. ശശിയാണ് അല്ലേ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രി വെടിയേറ്റ് വീഴാതിരിക്കാനാണ് തന്റെ ശ്രമമെന്നും അൻവർ. അജിത് കുമാർ ഇവിടെ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്, കൊലപാതകം നടത്തിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തത്തോടു കൂടിയാ പറയുന്നത്. വാദിയും പ്രതിയും നിങ്ങളെ മുമ്പിൽ വരും. മന്ത്രിമാരുടെ ഉൾപ്പെടെ ഫോൺ കോളുകൾ ചോർത്തുന്നുവെന്നും ആരോപണം. SP സുജിത് ദാസിന്റെ ഫോൺ സംഭാഷണം പുറത്തുവിട്ട് PV അൻവർ. മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന് പറഞ്ഞവരുണ്ട് എന്നോട്. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ പോകുമ്പോൾ എവിടെ പോകുമ്പോഴും, ഇപ്പോൾ ഫിലിം ഫീൽഡിലാണെങ്കിൽ ഒരു ഡിസ്കഷൻ ഹോട്ടൽ മുറിയിലേക്ക് തനിച്ചേലുണ്ടല്ലോ, കൂടെ ആരുമായിട്ടെങ്കിലും പോകല്ലോ, അപ്പോൾ ആരും കയറി പിടിക്കാൻ വരില്ലല്ലോ. അങ്ങനെയുള്ളൊരു അഡ്വൈസ് ഒക്കെയാണ് ഞാൻ സാധാരണ കൊടുക്കാറുള്ളത്. സിമി റോസ്ബെൽ ജോണിന്റെ ന്യൂസ് 18 വെളിപ്പെടുത്തലിനെ തള്ളി കെ സുധാകരൻ. സിമിക്കെതിരെ വനിതാ കോൺഗ്രസ് നൽകിയ പരാതിയിൽ അന്വേഷണത്തിന് സമിതി. മൗനം തുടർന്ന VD സതീശൻ. രാഷ്ട്രീയ ആയുധമാക്കാൻ LDF. പറവൂരിൽ ഇന്ന് AYF പ്രതിഷേധം. സിമി റോസ്ബെൽ ജോണിന്റെ വെളിപ്പെടുത്തൽ ശരിവെച്ച് പത്മജ വേണുഗോപാൽ. അപമാനിതയായിട്ടാണ് പാർട്ടി വിട്ടത്, ഗ്രൂപ്പ് മാത്രമല്ല പവർ ഗ്രൂപ്പുമുണ്ടെന്നും പത്മജ. പ്രതികരിച്ച താൻ നേതൃത്വത്തിന്റെ കണ്ണിലെ കരടായിരുന്നതായി ലതിക സുഭാഷ്. വെളിപ്പെടുത്തൽ മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കണമെന്ന് MA ബേബി. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ആദ്യമായി പ്രതികരിച്ച് മമ്മൂട്ടി. ആരോപണങ്ങളിൽ അന്വേഷണം നടക്കട്ടെ. സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവും ഇല്ലെന്നും താരം. സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസിൽ തെളിവെടുപ്പ് നടത്തി പോലീസ്. പരാതിക്കാരിയെ തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിൽ എത്തിച്ചു, തെളിവെടുത്തു. പരാതിക്കാരിക്കൊപ്പം എത്തിയ സുഹൃത്തിന്റെ മൊഴിയും രേഖപ്പെടുത്തി. അമ്മയുടെ ഓഫീസിലും പരിശോധന. ലൈംഗിക പീഡന കേസിൽ ജയസൂര്യയുടെ പ്രതികരണം. ഉയർന്നത് വ്യാജാരോപണങ്ങൾ. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. നിയമ നടപടിയുമായി മുന്നോട്ടെന്നും താരം. മുകേഷ് MLA സ്ഥാനം രാജിവെക്കില്ലെന്ന് TP രാമകൃഷ്ണൻ. രാജി ആവശ്യപ്പെട്ടുള്ള UDF പ്രതിഷേധത്തെ വിമർശിച്ച് തോമസ് ഐസക്. മുകേഷിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കാരണമായത് ഒരു നടിയുടെ പോരാട്ടമെന്ന് MA ബേബി. പാർട്ടി നടപടിയിൽ കരുതലോടെ നീങ്ങാൻ EP ജയരാജൻ. സജീവ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ ആലോചന. അവധിക്ക് അപേക്ഷിക്കാൻ സാധ്യത. CPM സംഘടനാ സമ്മേളനങ്ങൾക്ക് തുടക്കം. മുറിവാലൻ കൊമ്പൻ ചരിഞ്ഞു. ചക്കക്കൊമ്പനുമായുള്ള ഏറ്റുമുട്ടലിൽ കൊമ്പന് ഗുരുതര പരിക്കേറ്റിരുന്നു. പിൻഭാഗത്തേറ്റ ആഴത്തിലെ മുറിവ് മരണകാരണം. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ബുധനാഴ്ച വരെ മഴ തുടരും. മത്സ്യബന്ധനത്തിന് നിയന്ത്രണം. ഹരിയാനയിലെ ആൾക്കൂട്ട കൊലപാതകത്തിൽ പ്രതിഷേധം ശക്തം. അതിഥി തൊഴിലാളിയെ ഗോരക്ഷകർ കൊലപ്പെടുത്തിയത് ബീഫ് കഴിച്ചു എന്നാരോപിച്ച് കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധം ശക്തം. സമരം ആരോഗ്യ മേഖലയെ ബാധിച്ചു. ഗുരുതര ആരോപണവുമായി PV അൻവർ MLA ഇന്ന് രംഗത്തെത്തി. നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇന്ന് ചില തെളിവുകൾ പുറത്തുവിടുമെന്ന്. ആഭ്യന്തര വകുപ്പിന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കുമെതിരെയാണ് ഗുരുതര ആരോപണങ്ങൾ PV അൻവർ MLA ഉന്നയിച്ചത്. മന്ത്രിമാർ ഉൾപ്പെടെ
ഉന്നതരുടെ ഫോൺ കോളുകൾ ചോർത്താൻ അജിത് കുമാറിന് കീഴിൽ ഒരു അസിസ്റ്റന്റിനെ വെച്ചിട്ടുണ്ട് എന്ന ആരോപണമാണ് അൻവർ ഉന്നയിച്ചത്. MR അജിത് കുമാർ കൊടും കുറ്റവാളിയാണെന്നും ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നും PV അൻവർ MLA ആരോപിച്ചു. ADGP സ്വർണ്ണക്കടത്തിന് കൂട്ടുനിൽക്കുന്നുണ്ടെന്നും വെളിപ്പെടുത്തി. ADGPയുടെ മാതൃക ദാവൂദ് ഇബ്രാഹിമാണ്. മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കാതെ ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പാണ് അജിത് കുമാർ അടങ്ങുന്നവരെന്നും PV അൻവർ തുറന്നടിച്ചു. ഈ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് MR അജിത് കുമാറിൻ്റെ ഒപ്പമുള്ള കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗം എന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ആദ്യമായി സൂചിപ്പിക്കുന്നത്. MR അജിത് കുമാർ അങ്ങ് പറയാണ് ക്രൈംബ്രാഞ്ചിനോട്, നിങ്ങൾ അങ്ങനെ കൊടുത്തേക്കും. കേരളീയ സമൂഹത്തിൽ വാക്കിന് വിലയില്ലാത്തവനായി ഞാൻ, അല്ലേ? ഒരു തെളിവും കിട്ടിയില്ല എന്ന് നിങ്ങളൊക്കെ എപ്പോഴും പറയുന്നു. തെളിവുണ്ട്. ഞാനിപ്പോൾ ആ യുദ്ധത്തിലല്ല. അപ്പോൾ ഒരു MLA നിയമസഭയിൽ ഉന്നയിച്ച അടിസ്ഥാനപരമായ ഒരു വിഷയം കോടതി പോലീസിൻ്റെ നിലപാട് എന്താണെന്ന് ചോദിക്കുമ്പോൾ പോലീസ് പറയാണ് MLA അതിനൊരു അടിസ്ഥാനമില്ല. ഈ പോലീസാണോ നീതി നടത്തുന്ന MR അജിത് കുമാറാണോ ഈ ഗവൺമെന്റിനെ സഹായിക്കുന്നത്? അങ്ങനെ വിശ്വസിക്കാൻ നിങ്ങൾക്കൊക്കെ കഴിയുമെങ്കിൽ എനിക്ക് കഴിയില്ല. അപ്പോൾ ഇവിടെ വരുന്ന വിഷയങ്ങൾ ഞാനിതിലേക്ക് കടക്കാം. സത്യത്തിൽ ഈ പറയുന്ന, ഞാൻ ഇന്നലെ ഏതൊരു പത്രത്തിൽ നൊട്ടോറിയസ് ക്രിമിനലാണ് ADGP അജിത് കുമാർ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് തോന്നുന്നു എന്താണ് MLA ഇങ്ങനെ നൊട്ടോറിയസ് ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞാൽ ക്രിമിനലിസത്തിൻ്റെ അങ്ങേയറ്റം, അല്ലേ? നിങ്ങളൊക്കെ ഞെട്ടും, കേരളം ഞെട്ടും. നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ചിലതൊക്കെ കേട്ടപ്പോൾ. ഉത്തരവാദിത്തം നിറവേറ്റാത്ത മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി പരാജയമാണെന്നും ജില്ലയിലെ പല പ്രശ്നങ്ങൾ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല എന്നും അൻവർ ആരോപിച്ചു. മലപ്പുറം മുൻ SP സുജിത് ദാസുമായുള്ള പുതിയ ഫോൺ സംഭാഷണവും PV അൻവർ MLA പുറത്തുവിട്ടു. താനൂർ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട സംഭാഷണമാണ് പുറത്തുവിട്ടത്. താൻ കൊല്ലപ്പെട്ടേക്കാമെന്നും എന്നാൽ തെളിവുകളെല്ലാം രേഖപ്പെടുത്തുമെന്നും അൻവർ പറഞ്ഞു. CV അനുമോദ് ചേരുന്നു, ഒപ്പം ഡാൻ കുര്യനും. ആദ്യം ഞാൻ ഡാൻ കുര്യനിലേക്ക് പോകുന്നു. ഡാൻ, ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അത്, പ്രത്യേകിച്ചും ADGPക്കെതിരെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? എന്തോ ഞാനിപ്പോൾ നിൽക്കുന്നത് ADGP MR അജിത് കുമാറിന്റെ ശാസ്ത്രമംഗലത്തുള്ള വസതിക്ക് മുമ്പിലാണ്. അദ്ദേഹം ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല, വീടിനുള്ളിൽ തന്നെ അദ്ദേഹം ഉണ്ട്. പക്ഷേ നമുക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുമായി അല്പസമയം മുമ്പ് ഫോണിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പരസ്യമായ ഒരു പ്രതികരണത്തിനും താനില്ല. ഇതിൽ പാർട്ടിയെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആക്ഷേപങ്ങളിൽ, ആരോപണങ്ങളിൽ കൃത്യമായി നിലപാട് അറിയിക്കും. അതിനപ്പുറത്തേക്ക് പരസ്യ പ്രതികരണങ്ങൾക്കൊന്നും ഇല്ല എന്ന് തന്നെയാണ്. സ്വാഭാവികമായി ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന നിലയിൽ കൃത്യമായി ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ MR അജിത് കുമാറിനും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടി വരും. കൃത്യമായി അദ്ദേഹം മുഖ്യമന്ത്രിയെ തന്നെ ഈ വിഷയങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വിശദീകരണം നൽകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ പരസ്യ പ്രതികരണത്തിനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം നമുക്ക് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലഭ്യമാകുന്ന ഒരു വിവരം, ഇദ്ദേഹം PV അൻവർ MLA ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ. ഒന്ന് CV അനുമോദിലേക്ക് പോകുന്നു. അനുമോദാണ് PV അൻവർ MLAയുടെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അനുമോദ്, ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നു. അതും ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA ആണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ താൻ പറയുന്നത് വെറും വാക്കല്ല എന്നും ആവർത്തിക്കുന്നുണ്ടായിരുന്നു PV അൻവർ. എന്തൊക്കെയാണ് പ്രധാനമായും അദ്ദേഹം ഉന്നയിക്കുന്നത് ആ വാർത്താ സമ്മേളനത്തിൽ? എൽദോ, PV അൻവർ MLAയുടെ വാർത്താ സമ്മേളനം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന LDFന്റെ അതിനെ നയിക്കുന്ന CPMന്റെ മുതിർന്ന നേതാവായ P ശശി, പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. MR അജിത് കുമാർ, ADGP ക്രമസമാധാനത്തിന് ചുമതല MR അജിത് കുമാർ, അദ്ദേഹം വലിയ ക്രിമിനലാണ്, ദേശദ്രോഹിയാണ്, സ്വർണ്ണക്കടത്തിന് കൂട്ടുനിൽക്കുന്നു തുടങ്ങി ആളുകളെ കൊല്ലിക്കുന്നു തുടങ്ങി വലിയ വലിയ ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ഇതൊക്കെ പലപ്പോഴും P ശശിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ട നടപടിയെടുത്തില്ല. അദ്ദേഹത്തിന്റെ അറിവോടെയാണോ എന്നുള്ളത് പാർട്ടിയാണ് അന്വേഷിക്കേണ്ടത്. പാർട്ടി ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതുണ്ട്.
കാരണം പി ശശിയുടെ അറിവോടെയാണ് ഇത്തരത്തിൽ ഒരു പോലീസ് ദുർഭരണം ഇവിടെ നടക്കുന്നത് എന്ന തരത്തിലൊരു ആക്ഷേപമാണ്, ഗുരുതരമായ ആരോപണമാണ് MLA PV അൻവർ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമതായിട്ട് നേരത്തെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് നടന്നപ്പോൾ അരീക്കോട് വെച്ച് അതിൽ ഒരു യൂട്യൂബർമാർക്കെതിരെ കയ്യേറ്റമുണ്ടായി. ആ കയ്യേറ്റം ചെയ്ത പരാതിയിൽ CPMകാർക്കെതിരെ പോലീസ് കേസെടുത്തു, അവരെ റിമാൻഡ് ചെയ്തു. ആ വിഷയത്തിൽ ഇടപെടാൻ പറഞ്ഞിട്ടും പോലീസ് അവരെ കുറ്റക്കാരായിട്ട് കണ്ട് അത്തരത്തിലുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി അവർക്കെതിരെ നടപടിയെടുക്കുകയാണ് ചെയ്തത്. ഇക്കാര്യങ്ങൾ ശശിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അദ്ദേഹം വേണ്ട പോലെ ഇടപെട്ടില്ല. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് തുടർന്നുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നത്. മലപ്പുറം SP സുജിത് ദാസിൻ്റെ ശബ്ദ സന്ദേശം അദ്ദേഹം ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആ ശബ്ദ സന്ദേശം പ്ലേ ചെയ്തു. അതിൽ അജിത് കുമാറിനെതിരെ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം പ്ലേ ചെയ്തു. ഇത് PV അൻവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം പോലീസ് സംവിധാനം IDGP MR അജിത് കുമാർ ദുരുപയോഗം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ പല താല്പര്യങ്ങൾക്കും വേണ്ടി ഇവർ കൊട്ടേഷൻ സംഘങ്ങളെ പോലെ പലതും നടപ്പാക്കുകയാണ്. താൻ ഉന്നയിച്ച രണ്ട് കാര്യങ്ങൾ, അതായത് PV അൻവർ MLA നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച ആരോപണം, അത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്ന് പറഞ്ഞ് വിജിലൻസിൽ റിപ്പോർട്ട് നൽകി. എന്നാൽ അത്തരത്തിലുള്ള റിപ്പോർട്ട് നൽകുന്നതിന് മുൻപ് തൻ്റെ ഒരു മൊഴിയെടുക്കാൻ പോലും ഈ ഒരു സംഘം തയ്യാറായിട്ടില്ല. അതിന് പിന്നിൽ MR അജിത് കുമാറാണ് ഉള്ളത്. അതുപോലെ ഷാജിൻ സ്കറിയക്കെതിരെ താൻ നിരന്തരം പരാതി നൽകിയിട്ടും ഷാജിൻ സ്കറിയയും MR അജിത് കുമാറും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം കാരണം അതൊന്നും കൃത്യമായി അന്വേഷിച്ചില്ല. ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് PV അൻവർ MLA ഉന്നയിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് P ശശിയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള ആക്ഷേപങ്ങളാണ്. അദ്ദേഹം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല, വേണ്ട തരത്തിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്ന ഗുരുതരമായ ആക്ഷേപമാണ് പറയുന്നത്. മുഖ്യമന്ത്രി തനിക്ക് പിതാവിനെ പോലെയാണ്, പക്ഷേ മുഖ്യമന്ത്രിയുടെ പേര് ചീത്തയാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അത് നിയന്ത്രിക്കേണ്ട P ശശി അതിന് തയ്യാറാകുന്നില്ല. ഈ ഘട്ടത്തിൽ പാർട്ടി ഇടപെടേണ്ടതുണ്ട്. അത് തന്നെയാണ് പറഞ്ഞത്. അനുമോദിലേക്ക് മടങ്ങിയെത്താം. ആ വാക്കുകളിലേക്ക് അൻവർ പറഞ്ഞത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശി പരാജയമാണ്, ജില്ലയിലെ പല പ്രശ്നങ്ങൾ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല എന്നുമാണ്. നിങ്ങൾക്കറിയാലോ, മുഖ്യമന്ത്രിക്ക് 29 വകുപ്പുകളുണ്ട്. ഒരാൾക്ക് 29 വകുപ്പുകൾ, 4 ചായപ്പീടി കൈകാര്യം കഴിയും ഒരു വ്യക്തിക്ക്. ആ 29 വകുപ്പുകളിലെ ഓരോരുത്തരും ഓരോ തലവന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ തലവന്മാരുമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവരെയാണ് വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നത്. പള്ളിയുടെയും അമ്പലത്തിൻ്റെയും അകത്ത് കിണറുണ്ടെങ്കിൽ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന അവിടെ പൊട്ടക്കിണറുണ്ടെന്ന് ആലോചിക്കൂ, ആരും വീഴൂലേ? അപ്പൊ പള്ളിക്കകത്ത് അമ്പലത്തിനകത്ത് കിണർ കുത്തി വെച്ചിരിക്കുന്നു വിശ്വസ്തർ. അതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു. വിശ്വസിച്ചേൽപ്പിച്ചതാരാ? സഖാവ് P ശശിയാണ് അല്ലേ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് അറിവുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തിട്ട് ഈ ഗവൺമെന്റിന് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹം ഇത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊള്ള നടക്കുക. ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ അരീക്കോട് സംഭവം അടക്കം അങ്ങനെ എത്ര സംഭവങ്ങൾ അവിടുത്തെ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയമാണിത്. മുഖ്യമന്ത്രി പറഞ്ഞതിനെതിരെ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന് വരുത്തി തീർക്കുന്നതല്ലേ അരീക്കോട് സംഭവത്തിൽ. മുഖ്യമന്ത്രി പറഞ്ഞ ദിവസം ഈ പറയുന്ന ഈ മരത്തിന്റെ കളവിന് കൂട്ടുനിന്ന കള്ളന് കഞ്ഞി വെച്ച് കൊടുത്ത ജില്ലാ പോലീസ് സൂപ്രണ്ട് ശശിധരൻ ചെയ്തത്. ഇതിൽ വലിയ ധിക്കാരെന്താ? ആർക്കതിന്റെ ഉത്തരവാദിത്തം? പൊളിറ്റിക്കൽ സെക്രട്ടറിക്കല്ലേ? അവിടെയാണ് എൻ്റെ പ്രശ്നം. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കണ്ടേ? അത് നിർവഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് വ്യക്തിപരമായി പറയാൻ പറ്റില്ലോ. ഞാൻ പല വിഷയത്തിലും ഈ ജില്ലയിലെ രാഷ്ട്രീയപരമായ പല വിഷയത്തിലും അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നടപടി ഉണ്ടായിട്ടില്ല. എൻ്റെ വീട്ടിലെ കാര്യമല്ല, ഈ ജില്ലയിൽ പൊളിറ്റിക്കലായിട്ട് ഈ പാർട്ടിക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ, പാർട്ടി നേരിടുന്ന വെല്ലുവിളികൾ. അനുമോദ്, ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉന്നയിക്കുന്നത്. അത് പ്രത്യേകിച്ചും CPMന്റെ നേതാക്കൾ പ്രധാനിയായിട്ടുള്ള P ശശിക്കെതിരെ അത്തരമൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിലൊക്കെ എങ്ങനെ സർക്കാർ പ്രതിരോധത്തിലാകുമെന്നുള്ള കാര്യം കൂടി ഉണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണത്. അപ്പോൾ എങ്ങനെയായിരിക്കും, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ പരാജയമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത്?
തീർച്ചയായും നവകേരള സദസ്സ് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം ആരംഭിച്ചത്. നവകേരള സദസ്സ് അരീക്കോട് നടന്ന നവകേരള സദസ്സിൽ ഒരു യൂട്യൂബർക്ക് നേരെ കയ്യേറ്റം ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിൽ ചില ഇടതുപക്ഷ പ്രവർത്തകർക്കെതിരെ പോലീസ് നടപടിയെടുത്തു. അത് ആണ് ഈ അൻവർ പറയുന്ന ഒരു കാര്യം. അവർക്കെതിരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. ഈ വിഷയത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഇടപെടേണ്ടതായിരുന്നു. അത് പാർട്ടി പ്രവർത്തകർക്ക് എതിരെയുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി, അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് മനസ്സിലാക്കി വേണം ആയിരുന്നു ഇടപെടാൻ. അത് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ആളില്ലാത്ത തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നു എന്നൊരു ഗുരുതരമായ ആക്ഷേപം ആ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് പി ശശി പല വിഷയങ്ങളും മുഖ്യമന്ത്രിയെ അറിയിക്കാതെ അല്ലെങ്കിൽ എം.ആർ. അജിത് കുമാർ നടത്തുന്ന പല കാര്യങ്ങളും എം.ആർ. അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹം ദേശദ്രോഹിയാണ്, സ്വർണ്ണക്കടത്തിന് കൂട്ടുനിൽക്കുന്നുണ്ട്, അദ്ദേഹം കൊട്ടേഷൻ സംഘങ്ങളെ പോലെ പെരുമാറുന്നുണ്ട്, കൊട്ടേഷൻ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് തുടങ്ങി അതീവ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ADGP എം.ആർ. അജിത് കുമാറിനെതിരെ ഇദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഇതൊക്കെ തന്നെ പി ശശിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അദ്ദേഹം ഇടപെട്ടില്ല എന്ന ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. ഇതൊക്കെ ശശിയുടെ അറിവോടെയാണോ എന്ന ചോദ്യത്തിന് നിങ്ങൾ അന്വേഷിക്കൂ എന്ന ഒരു മറുചോദ്യമാണ് അൻവർ പങ്കുവച്ചിട്ടുള്ളത്. അതായത് എം.ആർ. അജിത് കുമാർ നടത്തുന്നത് പോലീസിൽ ഒരു ക്രിമിനൽ നടപടികളാണ്. അദ്ദേഹം സ്വന്തം നിലയിൽ കൊട്ടേഷൻ ഏറ്റെടുത്ത് മുഖ്യമന്ത്രിയുടെ നിലയും വിലയും ഇല്ലാതെയാക്കുന്ന തരത്തിൽ, പാർട്ടിയുടെ വിലയില്ലാതെയാക്കുന്ന തരത്തിലുള്ള നടപടികളാണ് നടത്തുന്നത്. ഇതൊക്കെ നിയന്ത്രിക്കേണ്ട പി ശശി ഇതൊന്നും ചെയ്യാതെ, നിയന്ത്രിക്കാതെ, ഇതൊക്കെ ശ്രദ്ധിക്കാതെ നിൽക്കുന്നു എന്നൊരു ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. എന്താണെങ്കിലും പാർട്ടിയെ സംബന്ധിച്ച് ഇത് വലിയ പ്രതിസന്ധിയാക്കുന്ന കാര്യമാണ്. കാരണം പാർട്ടിയുടെ മുതിർന്ന നേതാവിനെയാണ് ഇത്തരത്തിൽ പരസ്യമായിട്ട് ഇപ്പോൾ പാർട്ടിയുടെ തന്നെ MLA, സ്വതന്ത്ര MLA ആയിട്ടുള്ള PV അൻവർ ഇത്തരത്തിലൊരു തൃശങ്കുവിലാക്കിയിരിക്കുന്നത്, ആരോപണത്തിന് മുൾമുനയിലാക്കിയിരിക്കുന്നത്. ഈ കാര്യത്തിൽ എന്തായിരിക്കും ഇനി പാർട്ടി നിലപാട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ MV ഗോവിന്ദൻ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ കുറെ കൂടി ഗൗരവതരമാണ്. അത് പാർട്ടിയുടെ തന്നെ മുതിർന്ന നേതാക്കൾക്കെതിരെയുള്ള നേരിട്ടുള്ള ആക്ഷേപം. പിണറായി വിജയൻ തന്റെ പിതാവാണെന്ന് പറയുമ്പോൾ പോലും പാർട്ടി അന്വേഷിക്കേണ്ട കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ല, നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ നിയന്ത്രിച്ചിട്ടില്ല എന്ന ആക്ഷേപം അത് ഗുരുതരമായ ഒരു ആക്ഷേപമായിട്ട് തന്നെ നമുക്ക് കാണണം. പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ട് പാർട്ടിയെ വിമർശിച്ചുകൊണ്ടുള്ള ആയിരുന്നു അൻവറിന്റെ വാർത്താ സമ്മേളനം. അതിനൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം എം.ആർ. അജിത് കുമാറിനെതിരെ അദ്ദേഹം നടത്തിയ ആക്ഷേപമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ബോംബെയിൽ തന്റെ സഹോദരനാണെന്ന് സംസാരിക്കുന്ന തരത്തിൽ അപ്പുറത്ത് ചില അധോലോക അംഗങ്ങളുമായി സംസാരിക്കുകയും അത്തരത്തിൽ ഇടപാട് നടത്തിയെന്നൊരു ഗുരുതരമായ ആക്ഷേപം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം ദേശദ്രോഹിയാണ്, ദാവൂദ് ഇബ്രാഹിമാണ് എം.ആർ. അജിത് കുമാറിന്റെ റോൾ മോഡൽ എന്നൊരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ജില്ലയിലും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരുണ്ടാകും. അവർ കൊട്ടേഷൻ സംഘങ്ങളെ പോലെ എം.ആർ. അജിത് കുമാറിന് വേണ്ടി ജോലി ചെയ്യുന്നു. മന്ത്രിമാരുടെയും MLA-മാരുടെയും എന്തിനും മാധ്യമപ്രവർത്തകരുടെ ഫോൺ ചോർത്തുന്ന തരത്തിലുള്ള നടപടികൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇത് നിരീക്ഷിക്കുവാൻ വേണ്ടി അജിത് കുമാർ ഒരു ഉദ്യോഗസ്ഥനെ തന്നെ അവിടെ നിയമിച്ചിട്ടുണ്ട്. തൻ്റെ ഫോണടക്കം ചോർത്തുന്നുണ്ട്. താൻ ഒരുപക്ഷെ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ താൻ രക്തസാക്ഷിയായേക്കാം, താൻ കൊല്ലപ്പെട്ടേക്കാം, പക്ഷേ താൻ ശേഖരിച്ച തെളിവുകൾ അവശേഷിക്കും. അത് ഗുരുതരമായ ഒരു കാര്യമായിട്ട് തന്നെ തൻ്റെ ജീവൻ പോലും അപകടപ്പെടുത്തും എന്നൊരു ധാരണ ഉള്ളതുകൊണ്ടാണ് താൻ ഇതിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇത് പറയാതിരിക്കാനാകില്ല എന്ന വിശദീകരണങ്ങളൊക്കെയാണ് അൻവർ വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ മലപ്പുറത്തെ മുൻ SP സുജിത് ദാസ് നടത്തിയ ഫോൺ സംഭാഷണത്തിൻ്റെ ശബ്ദരേഖയും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു. എൽദോ റൈറ്റ്, അതാണ്, അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. മലപ്പുറം മുൻ SP സുജിത് ദാസുമായുള്ള പുതിയ ഫോൺ സംഭാഷണം അൻവർ പുറത്തുവിട്ടു. താനൂർ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട സംഭാഷണമാണ് PV അൻവർ MLA പുറത്തുവിട്ടത്. യൂസ് ചെയ്യുന്ന ആൾക്കാർ കാണിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു വിജിലൻസ് സ്വഭാവം ഉണ്ടല്ലോ, അതാന്ന് വിചാരിച്ചു, തെറ്റിദ്ധരിച്ചു. പക്ഷെ ഉള്ളിൽ പോയ കാര്യം കൂടെയുള്ളവരും കണ്ടില്ല. അപ്പൊ ഇവരാരോടും പറഞ്ഞുമില്ല. അപ്പം ഇവര് ഇങ്ങനെ ഇതേ അവസ്ഥയിൽ ഒരു 4 മണിക്കൂർ അവര് സ്റ്റേഷനിലിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് സാമാന്യ ബോധത്തിൽ ഇവൻ വിഴുങ്ങിയിട്ടുണ്ടെന്ന് അപ്പൊ അത് അറിഞ്ഞില്ല. ഇവൻ കൂടെയുള്ളവരോടും പറഞ്ഞിട്ടില്ല അകത്ത് ഈ സാധനം പോയിട്ടുണ്ടെന്ന്. പിന്നെ ഇത് കൊളാപ്സ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് സീരിയസ് ആയിട്ട് അവർ കൊണ്ടുപോകുന്നത്. അപ്പം വരാനുള്ളത് വഴി തന്നില്ലെന്ന് പറഞ്ഞ പോലെ അങ്ങനെ സംഭവിച്ചു. അപ്പൊ നമ്മുടെ നല്ല കാലമോ കഷ്ടകാലമോ ഇപ്പൊ എന്തായാലും നമ്മൾ സെൽഫിഷായി മാറുന്നൊന്നുമില്ല. ഞങ്ങൾ ആ സമയത്ത് ടോമിൻ തച്ചങ്കരി സാറിന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ ആയിരുന്നു എവിടെ, തിരുവനന്തപുരത്ത്. അപ്പൊ ഞാനും എന്റെ ഒരു ഷഹൻഷാ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുകാരൻ പയ്യനുണ്ട്, അവൻ 21 ബാച്ചാ. അവൻ താനൊരു SHO ആയിട്ട് ഞാൻ ചാർജ് കൊടുത്തിരിക്കുക. അപ്പൊ അവന് അവിടെ ഉണ്ടായിരുന്ന ഉറപ്പായിട്ട് കേസിൽ പ്രതിയായി പോയനെ. അപ്പൊ എന്തോ അവന്റെ വാപ്പ ഉമ്മയൊക്കെ ചെയ്ത പുണ്യം ആയിരിക്കാം. അവനും അന്ന് ആ തച്ചങ്കരി സാറിന്റെ ഫംഗ്ഷന് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ അവൻ തലശ്ശേരി ASP ആയി. ജനുവരി 1 SP ആവും. കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട പോലീസുകാരൊക്കെ സ്ഥിതി എന്താണ് യഥാർത്ഥത്തില്? ഹലോ,
പോലീസുകാര് ബുക്ക് ചെയ്ത അവരെ കേസിൽപ്പെട്ട ഹലോ അവർക്കെല്ലാം ജാമ്യം കിട്ടി. അതെന്താണ് ചാർജ് ഷീറ്റിൽ അവരെ സിറ്റുവേഷൻ എന്താണ്? ചാർജ് ഷീറ്റ് ആയിട്ടില്ല, അവരിപ്പോഴും അന്വേഷണത്തിൽ തന്നെയാണ്. ഞാൻ വീണ്ടും ഒരു സഹോദര സ്ഥാനത്ത് നിന്നിട്ട് ഞാൻ MLA ചോദിക്കുകയാണ്. ഞാൻ എന്റെ ഒരു 5 മിനിറ്റ് ഒന്ന് കേൾക്കണം. എന്റെ മാനസികാവസ്ഥ എങ്ങനെ ആയതുകൊണ്ടാണ്. ഇപ്പൊ അനിൽമാഷിന് ഫുൾ ഇൻ ആൻഡ് ഔട്ട് അറിയുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻസിന്റെ ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ August 1 തൊട്ടിട്ട് ഞാൻ മറ്റൊരു മാനസികാവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുക ഈ കസ്റ്റഡിയെടുത്ത് കാരണം. അപ്പം ഞാൻ ആകെ ഒരു തകർന്ന് തരിപ്പണമായി നിന്ന് ഇപ്പം എനിക്ക് ആ ജില്ലയിലോട്ട് ഇപ്പൊ വണ്ടി കൊണ്ട് പാസ് ചെയ്യാൻ പോലും പേടിയാണ്. എന്റെ മെന്റൽ അവസ്ഥ ഞാൻ പറയുന്നത് കേട്ടോ. ഒരു കല്യാണത്തിന് വിളിച്ചാൽ പോലും എനിക്ക് ഞാൻ ഇല്ല എന്ന് പറയുന്നത് എനിക്കൊന്നും തോന്നരുത്. കാരണം എനിക്ക് ഒരു മനസ്സിനുള്ളിൽ ഒരു ഭയം, എന്റെ 1.5 വയസ്സുള്ള കൊച്ചിനെ പോലും മര്യാദയ്ക്ക് നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അപ്പം ആ ജില്ലയിലേക്ക് ഒന്ന് മനസ്സുകൊണ്ട് പോലും ആരെയും ഭയന്നിട്ടൊന്നുമല്ല, മനസ്സുകൊണ്ട് ഞാൻ തയ്യാറല്ല. അത്രയ്ക്കും എനിക്കൊരു ഡിസ്റ്റർബൻസ് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ടോട്ടലി നെഗറ്റീവായിട്ടിരിക്കുമ്പോൾ ഞാൻ അത്രയും മാറി നിന്ന് 8 മാസം കഴിയുമ്പോഴും കഴിഞ്ഞ് ഇപ്പൊ ഒരു 9-10 മാസമായി അവിടെ നിന്ന് പോകുന്നുണ്ട്. വീണ്ടും ഇതിന്റെ ശരിയോ തെറ്റോ നന്മയോ തിന്മയോ അല്ല, വീണ്ടും വലിച്ചടിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായി ഇന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല ലിറ്ററലി പറഞ്ഞാൽ. അതിനകത്ത് മറ്റു വികാരങ്ങളല്ല, എനിക്ക് എത്രത്തോളം MLA മനസ്സിലാക്കുന്ന എനിക്ക് അറിയത്തില്ല. എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ്. ഇന്ന് ഞാൻ ശരിക്കും ഒരു ജോലിയും എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് എന്റെ ഒരു പ്രശ്നം. ഇപ്പം മറ്റൊരു കുറ്റവാളിയായ ഒരു പോലീസുകാരൻ കൊടുക്കുന്ന പരാതിയെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷെ അത് MLA പോലെ ഒരു വലിയൊരാള് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു. അത് എന്റെ ചിന്തകളുടെ പ്രശ്നങ്ങളും എന്റെ മാനസികാവസ്ഥയുടെ പ്രശ്നങ്ങളാണ്. അപ്പം MLA അതിന് നമ്മളൊരു 25-30 വർഷമെങ്കിലും എന്നെ പോലെയുള്ളവനെ DIG-യോ IG-യോ ആയിട്ടൊക്കെ സഹിച്ചേ പറ്റും നിങ്ങളുടെ കീഴില്. അപ്പം ആ ഒരു ബന്ധത്തിന്റെ പേരിലെങ്കിലും MLA എനിക്ക് വേണ്ടി എനിക്കറിയാം ശശിയോട് ഒരു ദേഷ്യം നിങ്ങളുടെ ഒരു MLA എന്നുള്ള ഒരു രീതിയിൽ ആയിട്ട് അനുഭവം എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ടാവാം. അത് എങ്ങനെയെങ്കിലും പൊക്കോട്ടെ, പക്ഷെ എന്നെ ഒന്ന് ഒഴിവാക്കണം. കാരണം ഞാനൊന്ന് മാനസികമായിട്ടൊന്ന് സമാധാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ എന്നുള്ള ഒരൊറ്റ സാധനമാണ് അത് എന്ന് ഞാൻ MLAയോട് ഒരു കടപ്പാടുണ്ടാവും. താൻ കൊല്ലപ്പെട്ടേക്കാമെന്നും എന്നാൽ തെളിവുകളെല്ലാം രേഖപ്പെടുത്തുമെന്നും അൻവർ പറയുകയുണ്ടായി. അനുമോദ്, ഇത്തരത്തിൽ ഈ വിപുലമായിട്ടുള്ള ആരോപണങ്ങൾ അത് പല ADGPക്കെതിരെ ഉണ്ട്. സുജിത് ദാസിന്റെ ഓഡിയോ സംഭാഷണമുണ്ട്. ഒപ്പം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ ആഞ്ഞടിച്ച് ഇടഞ്ഞു നിൽക്കുമ്പോൾ PV അൻവർ MLA പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തുകൊണ്ടായിരിക്കാം ഇത്രയും വിപുലമായിട്ടുള്ള വിഷയങ്ങളിൽ ഇന്ന് അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ തയ്യാറായത്? എൽദോ, നമുക്കിത് കൃത്യമായിട്ട് ഇത്തരത്തിൽ വിലയിരുത്താൻ സാധിക്കും. ഒന്ന്, P. ശശി എന്നാൽ നമുക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ CPM-ന്റെ ഏറ്റവും ശക്തനായ നേതാവാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് വെച്ചാൽ ഭരണം നിയന്ത്രിക്കുന്ന ആൾ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പാർട്ടിയിലെ ഏറ്റവും ഉന്നതനായ വ്യക്തിക്കെതിരെ ഇത്രയും വലിയൊരു ആക്ഷേപം ഉന്നയിക്കുകയാണെങ്കിൽ അത് പാർട്ടി എത്രമാത്രം അനുവദിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇപ്പോൾ തന്നെ നിലവിൽ തന്നെ നമ്മൾ ജില്ലാ നേതാക്കളൊക്കെ സംസാരിക്കുമ്പോൾ അവരാരും തന്നെ അൻവറിന്റെ ഈ നടപടിയുമായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നവരല്ല. അത്തരത്തിൽ ഒരു ആക്ഷേപം പാർട്ടിക്ക് വലിയ തോതിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അൻവർ നിയന്ത്രണങ്ങൾക്ക് വിധേയമല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. അദ്ദേഹം ഒരു സ്വതന്ത്ര MLA ആണ് എന്നായിരുന്നു ഒരു ഉന്നത നേതാവായ ഇടതുപക്ഷത്തിൻ്റെ ഉന്നത നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. നമുക്ക് അദ്ദേഹം പാർട്ടിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ അൻവർ ഏറെ വൈകാതെ തന്നെ ഈ മുന്നണിയുടെ ഭാഗമല്ലാതെയാകും എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് അതിൻ്റെ ഒരു സാധ്യതകൾ അതും ഇപ്പോൾ പരിശോധിക്കാൻ കഴിയുന്ന ഒന്നാണ്. അതിൽ തന്നെ നമുക്ക് 2 കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒന്ന്, അരീക്കോട്ടെ വിഷയമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അരീക്കോട്ടെ പാർട്ടി പ്രവർത്തകരുടെ പ്രശ്നമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ച് പാർട്ടി പ്രവർത്തകർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ ഉന്നയിച്ചത് അതിൻ്റെ പേരിലാണ് താൻ പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് എന്ന തരത്തിലൊരു പ്രതീതി തീർത്ത് അത്തരത്തിൽ സ്വന്തം നിലയിൽ അണികളെ ശക്തരാക്കുവാൻ, സ്വന്തം നിലയിൽ അണികളെ ഉണ്ടാക്കുക എന്നുള്ള ഒരു നീക്കം തന്നെയാകാം ഒരുപക്ഷെ അൻവറിൻ്റെ പിന്നിൽ. അതായത് ഇനിയും സമയമേറെയുണ്ട്, 2 വർഷത്തോളം ഉണ്ട് ബാക്കി തെരഞ്ഞെടുപ്പിനെങ്കിൽ പോലും അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ പാർട്ടിയുടെ പിന്തുണയില്ലാതെ അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുകയോ മറ്റേതെങ്കിലും പാർട്ടിയുടെ ഭാഗമായിട്ട് മത്സരിക്കുകയോ ചെയ്യുന്നതിൻ്റെ സാധ്യത വിദൂരമായിട്ടെങ്കിലും തള്ളിക്കളയാനാകുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ സ്വന്തമായിട്ടൊരു അണികളെ ഉണ്ടാക്കി തനിക്ക് എവിടെ നിന്നാലും മത്സരിച്ച് ജയിക്കാൻ കഴിയുന്ന തരത്തിലൊരു സാഹചര്യം തീർക്കുക എന്ന വലിയ ഒരു ലക്ഷ്യവും ഒരുപക്ഷെ അൻവറിൻ്റെ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾക്ക് പിന്നിലുണ്ടാകും. കാരണം അൻവർ എപ്പോഴും പറയുന്നത് പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. അതായത് പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയാണ് താൻ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ആളില്ലാത്ത അവസ്ഥ പോലീസിൻ്റെ ഈ നടപടികൾ കാരണം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ
അങ്ങനെ സാധാരണക്കാർക്കൊപ്പം പാർട്ടി പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ് താൻ എന്ന തരത്തിലുള്ള സന്ദേശം അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് പരമാവധി പങ്കുവെച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്ന് മുന്നണിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നാലും ഒറ്റയ്ക്ക് നിന്ന് പോരാടാനുള്ള ഒരു ആർജവം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാനുള്ള ഒരു സാഹചര്യം തീർത്ത് അതിൻ്റെ നടപടികളുടെ തുടക്കമായിട്ട് വലിയൊരു രാഷ്ട്രീയ നീക്കത്തിന് തുടക്കമായിട്ട് വേണം ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളെ നമുക്ക് വിലയിരുത്താൻ. അതൊരു വിദൂരമായിട്ടുള്ള സാധ്യത മാത്രമാണ്, പക്ഷേ രാഷ്ട്രീയത്തിലൊന്നും അസാധ്യമായിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള അത്തരം കാര്യങ്ങളും നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. അത് ഈ ഒരു ആരോപണങ്ങൾ ADGPക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ പി ശശിക്കെതിരെ ADGPക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നമുക്ക് പിന്നെയും അതിൻ്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി അൻവറിൻ്റെ വ്യക്തിപരമായ ആക്ഷേപമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജനങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലോ അദ്ദേഹം ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ആക്ഷേപമാണെന്ന് പറയാം. പക്ഷേ പി ശശിക്കെതിരെ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവിനെതിരെ അദ്ദേഹം ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതിന് രാഷ്ട്രീയമായിട്ടുള്ള പല കാര്യങ്ങളും കാരണങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട് എന്നതിൻ്റെ വേണം നമുക്ക് പ്രാഥമികമായിട്ട് വിലയിരുത്തുക. ഉറപ്പായും അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഡാൻ കുര്യൻ കൂടി ചേരുന്നു. ഡാൻ ഉള്ളത് ADGP MR അജിത് കുമാറിൻ്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഡാൻ, ഒരു പ്രതികരണ സാധ്യതയുണ്ടോ? അവിടെ തന്നെ ഉണ്ടോ ADGP? എൽദോ, അദ്ദേഹം ഇവിടെ തന്നെ തുടരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം ഈ ഗേറ്റിന് അകത്തുണ്ട്. പക്ഷേ അദ്ദേഹം പ്രതികരണങ്ങൾക്കൊന്നും തയ്യാറാകാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്റ്റാഫ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രധാനമായി എടുത്തു പറയാനുള്ള ഒരു കാര്യം, നമുക്ക് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഈ PV അൻവർ MLA പല കേസുകളിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസിന് മേൽ അമിത സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചിരുന്നു. അത്തരത്തിൽ നിയമസഭയിൽ PV അൻവർ MLA പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ കേരയിൽ പദ്ധതി അട്ടിമറിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കോഴ വാങ്ങിയെന്ന തരത്തിൽ നടത്തിയ ആക്ഷേപം, അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് പരാതി നൽകിയത് വിജിലൻസിനാണ്. ആ പരാതിന്മേൽ അന്വേഷണം നടത്തിയത് വിനോദ് കുമാറായിരുന്നു. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തി തെളിവില്ല എന്ന് കണ്ടാണ് അതുമായി ബന്ധപ്പെട്ട കേസ് ക്ലോസ് ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. സമാനമായ തരത്തിൽ മറുനാടൻ മലയാളിയുടെ ഉടമ ഷാജൻ സ്കറിയയ്ക്കെതിരെ 66F വകുപ്പ് ചുമത്തിക്കൊണ്ട് കേസെടുക്കണമെന്ന നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു PV അൻവർ MLA അതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട സൈബർ ക്രൈം പോലീസായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് പ്രകാരമായിരുന്നു അതിന്മേലുള്ള അന്വേഷണം നടന്നത്. അതുമായി ബന്ധപ്പെട്ട് IT നിയമവും അതോടൊപ്പം ഒഫീഷ്യൽ സീക്രട്ട് ആക്ട്, ഈ രണ്ട് നിയമങ്ങൾ ചുമത്തിയായിരുന്നു ഈ കേസിൽ അന്വേഷണം. 5 തവണ ഷാജൻ സ്കറിയയെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി സൈബർ പോലീസ് ട്രെയിനിംഗ് കോളേജിൽ അവരുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്ന സാഹചര്യമുണ്ടായി. അവിടെ വിശദമായ മൊഴിയെടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പേരിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു നടപടി ഉണ്ടായിരിക്കുന്നതും. പിന്നെ എങ്ങനെ അതിൽ ഒത്തുതീർപ്പ് നടന്നു എന്ന് അദ്ദേഹത്തിന് ഉന്നയിക്കാൻ കഴിയുമെന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് MR അജിത് കുമാറിന് ഒപ്പമുള്ള ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം കേരൾ പദ്ധതി അട്ടിമറിക്കാൻ അദ്ദേഹം നീക്കം നടത്തിയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത് MR അജിത് കുമാറല്ല, TK വിനോദ് കുമാറാണ്. പിന്നീട് എങ്ങനെ ആ കുറ്റം ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ തലയിൽ കെട്ടിവെക്കാൻ കഴിയും തുടങ്ങിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ MR അജിത് കുമാറിനോടൊപ്പമുള്ള വിശ്വസ്തർ ഉന്നയിക്കുന്നു. എന്തായാലും ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ വസതിക്ക് മുമ്പിൽ വെച്ച് അദ്ദേഹം പ്രതികരിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അങ്ങനെയാണെങ്കിൽ പേരൂർക്കടയിലെ SAP ഗ്രൌണ്ടിന് സമീപത്തുള്ള ഓഫീസിൽ ആയിരിക്കാം അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായാൽ അതിനുള്ള ഒരു സാധ്യതയുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് ഔദ്യോഗികമായ ഒരു വിശദീകരണവുമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്താനുള്ള ഒരു സാധ്യതയുമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയെ ഈ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാട് വിശദീകരണം അറിയിക്കുമെന്ന് തന്നെയുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട്. ഡാൻ, അത് മാത്രമല്ലല്ലോ വിഷയം. ഇപ്പോൾ ADGPയെ പറ്റി SP പറഞ്ഞ കാര്യം, അതും PV അൻവർ ആ വാർത്താ സമ്മേളനത്തിൽ നൽകിയുണ്ടായി. നമുക്കൊരു പണി ചെയ്യാം. ആദ്യം ആ ബൈറ്റ് കൂടി കേട്ട ശേഷം ഞാൻ ഡാൻ കുര്യനിലേക്ക് എത്താം. ADGPയെ പറ്റി സുജിത് ദാസ് പറഞ്ഞത് എന്താണ് കേൾക്കാം. MRന്റെ മുഴുവൻ ബന്ധങ്ങളും ബിസിനസ്സുകാരായിട്ടാണ്. ഫുൾ ഫ്രണ്ട്സ് ബിസിനസ്സുകാരാണ്. അതറിയില്ല നിങ്ങളിപ്പോ കുറെ കാലം അദ്ദേഹത്തിന് കീഴിൽ നിന്നല്ലേ? അദ്ദേഹത്തിന് തൃശ്ശൂർ ഊറിൽ ഭാര്യ വീട്ടുണ്ട്, അവിടെ കുറെ ബിസിനസ് പരിപാടികളൊക്കെ ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. പലരും തമിഴ്നാട്ടിൽ ബിസിനസ് ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇതൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഈ ഗവൺമെന്റിന് എത്രയും ഇൻട്രസ്റ്റ് ഉണ്ടായ ഈ നാട്ടിൽ ഇത്രയും വർഗീയ വിദ്വേഷം കത്തിപ്പലിച്ച് അവന്റെ അടുത്ത് നിന്ന് കാശ് വാങ്ങിയാൽ പിന്നെ എങ്ങനെയാ ഈ കാര്യങ്ങൾ നടക്കുക? അല്ലപ്പോ ഇങ്ങനെ ന്യൂസ് നിങ്ങൾ കേട്ടിട്ടില്ല? അല്ല, ഇയാൾ ഈ കാശ് മേടിച്ച കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ നിന്ന് പോയ മാനസികാവസ്ഥയിൽ ഞാൻ ഇതൊന്നും ഫോളോ അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പിലല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ ആ ATS ഞാൻ അങ്ങനെ ഒതുങ്ങിക്കൂടി. നിങ്ങളൊന്ന് വിളിച്ച് അന്വേഷിച്ചു നോക്കും. നിങ്ങൾ ആളുകളുണ്ടല്ലോ ഇഷ്ടംപോലെ
ചോദിച്ചാൽ മനസ്സിലാവും. ഞാൻ ഈ കഴിഞ്ഞ 8-9 മാസത്തില് ആന്റി ടെററിസ്റ്റ് സ്കൂളിൽ ബേസിക് കാര്യങ്ങൾ ചെയ്തിരിക്കുകയെന്നല്ലാതെ കുറച്ച് മാവോയിസ്റ്റുകളെ പിടിച്ചെന്നല്ലാതെ ഞാൻ ഈ യുവമാർ എന്തൊക്കെ കാണിക്കുകയോ സംസാരിക്കുകയോ ഒരു പോയിട്ടില്ല. ഇതിപ്പം യുവമാരായിട്ട് സജസ്റ്റ് ചെയ്തിട്ടല്ല എന്നോട്. ഈ എം.ആർ. അജിത് കുമാർ ആണല്ലേ ഇപ്പം ഈ ശശിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അതെ, ഒറ്റൊരാളേ ഉള്ളൂ, എം.ആർ. അജിത് കുമാർ. ദാറ്റ്സ് ദ ഓൺലി പേഴ്സൺ. അപ്പം പുള്ളിയുടെ ഇൻട്രസ്റ്റ് എന്താ? ഈ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. പുള്ളിയുടെ ഫ്രണ്ട്സ് ഒക്കെ ബിസിനസ് സർക്കിളിൽ പെട്ട ആളുകളാണ്. ഇയാള് പണ്ട് പാലക്കാട് SP ആയിരുന്ന സമയത്ത് ഇയാൾ SI ആയിരുന്നു. ഇയാള് ബാക്കിയുള്ളവരുടെ നീതി ന്യായം പറഞ്ഞാൽ എം.ആർ. അജികുമാർ ഒരു സ്ഥാനം പിടിച്ചു പറഞ്ഞാൽ എന്തും ചെയ്യും. അത് തല്ലാൻ പറഞ്ഞാൽ തല്ലും, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും. അടിമക്കണ്ണാണ്. അതുകൊണ്ടാണ് അവിടെ ഇരിച്ചിരിക്കുന്നത്. ഒറ്റ കയറിയിരിക്കുന്നത്. ഒറ്റ കയറിക്കണം. ഇയാൾ പണ്ട് തൃശ്ശൂർ റേഞ്ച് ആയിരുന്നു 3-4 വർഷം. അന്ന് അപ്പം ആ ബന്ധങ്ങൾ മലപ്പുറത്തുണ്ട്. അപ്പൊ മലപ്പുറത്തിന്റെ എല്ലാ കൊട്ടേഷൻസും ശശി ഇരിക്കുന്നതുകൊണ്ട് ശശി ഒന്നും മൈൻഡ് ചെയ്യത്തില്ല. ശശി നീതി ന്യായവും മറ്റതൊക്കെ പറഞ്ഞാൽ എം.ആർ. ഒരു സാധനം പിടിച്ചാൽ പിന്നെ ആ ഏരിയയിലോട്ട് പോകത്തില്ല. അപ്പൊ മലപ്പുറത്തെ എല്ലാ കൊട്ടേഷനും നടന്നു പോകും. അല്ലാതെ വേറെ നീതിയൊന്നുമില്ല. അപ്പൊ SP അറിയാലോ എം.ആർ. അജിത് കുമാർ എങ്ങനെയാന്നുള്ളത് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. നിങ്ങളെ അനുഭവങ്ങൾ നിങ്ങൾക്കറിയാലോ അദ്ദേഹത്തിന്റെ ലൈൻ ഓഫ് ഓപ്പറേഷൻ എന്താന്നുള്ളത്. ഭയങ്കര ക്രൂരനായ മനുഷ്യനാണ് കേട്ടോ. എനിക്ക് പേര് വിജയൻ സാർ നശിപ്പിച്ചു വെച്ചത് അയാളെടുത്തിന്. അതുകൊണ്ട് നമുക്ക് പേര് കേൾക്കുമ്പോൾ വിജയൻ സാറാണ് മുഖ്യമന്ത്രിയിൽ ഉദ്ദേശിച്ചത്. ഒരു തർക്കമില്ല. അദ്ദേഹത്തെ മാത്രമല്ല, പി വിജയനെ സസ്പെൻഡ് ചെയ്തിട്ട് നശിപ്പിച്ചു വെച്ചേക്കണം നമ്മുടെ ഇയാളൊരുത്തനാ. ഈ ഗവൺമെന്റിന് എത്രയും വലിയ തലവേദന മുഴുവൻ ഉണ്ടായത് ഈ പോലീസ് മുഴുവൻ കാരണക്കാരൻ ഈ അജിത് കുമാർ എന്നില്ലേ. അദ്ദേഹം മര്യാദക്ക് കൊണ്ടുനടന്നിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഡാൻ, ഈ സുജിത് ദാസ് പറയുന്ന കാര്യം, അതായത് ADGP കൊടും ക്രൂരനാണെന്ന് SP തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പോലീസിനുള്ളിൽ തന്നെ അത് വലിയ പ്രശ്നമാകുന്നു. പോലീസിൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ അദ്ദേഹം പത്തനംതിട്ട SP ആണ് സുജിത് ദാസ്. 3 ദിവസത്തേക്ക് അവധി എടുത്ത് പോയിരിക്കുകയാണ്. ഇതിനിടെ ADGP കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് വരികയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ കാണാനുള്ള അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഈ ഫോൺ സംഭാഷണം കൂടി പുറത്തു വന്നതോടുകൂടി പോലീസിനുള്ളിലും വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ ഉടലെടുക്കില്ലേ? രണ്ട് ഉദ്യോഗസ്ഥർക്കിടയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു പ്രശ്നമല്ലത്. IPS ഉദ്യോഗസ്ഥർക്കിടയിൽ, ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ 2 ചേരികളുണ്ട്. അതിൽ ഒരു ചേരിയുടെ തലപ്പത്ത് എം.ആർ. അജിത് കുമാർ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വാഭാവികമായി അദ്ദേഹം ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ്. അടുത്ത വർഷം എക്സ്കേഡ് തസ്തികയിൽ അദ്ദേഹം DGP പദവിയിലേക്ക് ഉയരും. പിന്നീട് 2027 വരെയോ 28 വരെയോ ആയിരിക്കും അദ്ദേഹത്തിന്റെ കാലപരിധി. ഈ 3 വർഷത്തിനകത്ത് അദ്ദേഹം വിരമിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ അതിനകം അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള നീക്കം നടത്തുന്നു എന്നാണ് അദ്ദേഹത്തോട് ഒപ്പമുള്ള ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ലഭ്യമാകുന്ന സൂചനകൾ. അതിന് തടയിടാൻ മറുചേരി നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായാണ് എം.ആർ. അജിത് കുമാറിനെതിരെ ഇത്തരത്തിൽ ഉയരുന്ന ആക്ഷേപങ്ങൾ എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളുമുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പോലീസ് സേനയ്ക്കുള്ളിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ നിലനിൽക്കുന്ന ചേരിപ്പോര് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങളിലേക്കും വ്യക്തിഹത്യയിലേക്ക് നയിക്കുന്ന പരാമർശങ്ങൾ പുറത്തുവരാനിടയാക്കിയ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ക്രമസമാധാന ചുമതലയിലേക്ക് എം.ആർ. അജിത് കുമാറിനെ നിയോഗിക്കുന്ന സമയം മുതൽ തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. പക്ഷേ അതിനൊന്നും വില കൊടുക്കാതെ, അതൊന്നും മുഖവിലക്കെടുക്കാതെ മുഖ്യമന്ത്രിയുടെ തന്നെ കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം എം.ആർ. അജിത് കുമാറിനെ ഈ ക്രമസമാധാന ചുമതലയിൽ ADGP-ആയി നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സ്വാഭാവികമായി അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം എത്തിയതിനു ശേഷം സർക്കാർ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളായിരുന്നു. ആ വിവാദങ്ങളിൽ എം.ആർ. അജിത് കുമാറിന്റെ നിർദ്ദേശം ഇല്ലാതെ അങ്കിത് അശോക് എന്ന ഉദ്യോഗസ്ഥരെ അങ്ങനെ പരുഷമായി പെരുമാറാൻ കഴിയും എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ആ സമയം മുതൽ തന്നെ ഉയർന്നതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് PV അൻവർ MLA കഴിഞ്ഞ ദിവസം ആദ്യഘട്ടത്തിൽ വിമർശനം ഉന്നയിച്ചത്. ADGP അറിയാതെ അത്തരമൊരു നീക്കം നടക്കുകയില്ല. സുരേഷ് ഗോപിയുമായി അദ്ദേഹത്തിനുള്ള വ്യക്തിബന്ധമാണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിൽ. സുനിൽകുമാറിന് അനുകൂലമായിരുന്ന സാഹചര്യങ്ങൾ സുരേഷ് ഗോപിക്ക് വേണ്ടി വഴിതിരിച്ചുവിട്ടത് എം.ആർ. അജിത് കുമാറിന്റെ തന്ത്രങ്ങളായിരുന്നു എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെയാണ് PV അൻവർ MLA ഇന്നലെ നടത്തിയത്. പക്ഷേ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി വ്യക്തിപരമായ കൃത്യമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് PV അൻവർ MLA ഇന്ന് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അവിടെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഷാജൻ സ്കറിയയ്ക്കെതിരെ എടുത്ത കേസും പ്രതിപക്ഷ നേതാവിനെതിരെ ഉണ്ടായ കോഴ ആരോപണം,
ഈ രണ്ട് സംഭവങ്ങളിൽ അന്വേഷണം നടത്തിയത് എങ്ങനെയാണ്, അതിൽ തുടർന്നുണ്ടായ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി എം.ആർ. അജിത് കുമാറിനൊപ്പമുള്ള ഉദ്യോഗസ്ഥർ വിശദീകരണവുമായി അനൌദ്യോഗികമായെങ്കിലും രംഗത്തെത്തുന്നു. പിന്നെ എന്തുകൊണ്ട് അജിത് കുമാറിനെ ലക്ഷ്യം വെക്കുന്നു പി.വി. അൻവർ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി വരികയാണ്. അവിടെയാണ് നേരത്തെ അനുമോദ് സൂചിപ്പിച്ച കാര്യം കൂടി പ്രസക്തമാകുന്നത്. പാർട്ടിക്കപ്പുറത്തേക്ക് പി.വി. അൻവർ എം.എൽ.എ ചില നിലപാടുകൾ എടുക്കുകയും ആ നിലപാടുകൾക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് നേതൃത്വത്തിന്റെയും ജില്ലാ ഘടകത്തിന്റെയും പിന്തുണ ഇല്ലാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മറുവഴികൾ തേടുകയാണോ എന്ന സാധ്യത, അതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ ശക്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ വിമർശനങ്ങൾ ഉയരുകയാണ്. പി ശശിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുക എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരോക്ഷമായ ഒരു വിമർശനം കൂടിയായി വിലയിരുത്തപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക? അദ്ദേഹം എം.ആർ. അജിത് കുമാറിനെ കൈവിടുമോ അതോ പി.വി. അൻവറിനെ ചേർത്ത് നിർത്തുമോ? ഈ കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. റൈറ്റ്, പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ CV അനുമോദിലേക്ക് കൂടി പോകുന്നു. അനുമോദ്, ഈ മുഖ്യമന്ത്രിയെ ഇതിനിടയിൽ അന്ന് ലളിതമായി ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അൻവർ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആഞ്ഞടിക്കുമ്പോഴും മുഖ്യമന്ത്രി വെടിയേറ്റ് വീഴാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നു. അതിനിടയിൽ ഇത്രമാത്രം വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ ആർക്ക് സാധിക്കും? ചായപ്പീടിക കൈകാര്യം ചെയ്യാൻ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുമോ എന്നുള്ള ചോദ്യവും ഇതിനിടയിൽ ഉന്നയിക്കുന്നു. പി.വി. അൻവർ ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഒരു ക്ലീൻ ചിറ്റ് നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും മുഖ്യമന്ത്രിയുടെ മുൻപിൽ തൻ്റെ പ്രതിച്ഛായ നിലനിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയെ വാഴ്ത്തിക്കൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് എന്നാൽ മുഖ്യമന്ത്രിയുടെ ഒപ്പം നിൽക്കുന്നവർ ശരിയല്ല എന്ന സന്ദേശം അതാണ് അദ്ദേഹം പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ഉദാഹരണമാണ് അദ്ദേഹം എടുത്തു കാണിക്കുന്നത്. ഇന്ദിരാഗാന്ധി അംഗരക്ഷകരാൽ വെടിയേറ്റ് മരിക്കുകയായിരുന്നു. ഇന്ദിരാഗാന്ധിയോട് മുൻപ് തന്നെ ഈ ഇത്തരത്തിലൊരു സാധ്യത സുരക്ഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് അവർ കെയർ ചെയ്തില്ല. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കില്ല. മുഖ്യമന്ത്രി ഇത് അറിഞ്ഞില്ലെങ്കിൽ അറിയിക്കാൻ വേണ്ടിയാണ് താൻ ഇതെല്ലാം പറയുന്നത്. മുഖ്യമന്ത്രി തൻ്റെ പിതാവിനെ പോലെ തന്നെയാണ് അദ്ദേഹത്തെ അത്രമാത്രം ബഹുമാനത്തോടെയാണ് താൻ കാണുന്നത്. പക്ഷേ ഈ പോലീസ് അല്ല മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള പോലീസ്. മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ അതോ മുഖ്യമന്ത്രിയിലേക്ക് ഈ വിഷയങ്ങൾ എത്തിക്കേണ്ട പി ശശിയെ പോലെയുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾ ചെയ്യാത്തത് കൊണ്ടാണോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയെ പുകഴ്ത്തി വാഴ്ത്തി സംരക്ഷിച്ച് എന്നാൽ മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്നവരെ വിമർശനത്തിന്റെ മുള്ളുമുനയിൽ നിർത്തുന്ന ഒരു സാഹചര്യമാണ് അൻവർ സ്വീകരിച്ചിരിക്കുന്നത്. പി ശശിക്കെതിരെ പാർട്ടി അന്വേഷിക്കണം, അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ മലപ്പുറം ജില്ലയിൽ നിരവധി പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ താൻ പി ശശിക്ക് മുൻപാകെ പലവട്ടം പറഞ്ഞതാണ്. അതിലൊന്നും തന്നെ നടപടിയെടുത്തില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അന്വേഷണം നടത്തിയില്ല. പോലീസിന്റെ കാര്യത്തിൽ പല പരാതികളും താൻ ഉന്നയിച്ചതും ആരും പി ശശി വേണ്ട പോലെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം അത് വേണ്ട പോലെ കേട്ടിട്ടില്ല തുടങ്ങി പി ശശിയെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന് വിമർശനം നീങ്ങുമ്പോഴും മുഖ്യമന്ത്രിയെ അദ്ദേഹം ബഹുമാനത്തോടെ ആദരവോടെ അദ്ദേഹം അറിഞ്ഞുകൊണ്ടാകുമോ അല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ അന്വേഷിക്കുക എന്ന തരത്തിലേക്ക് ഒരു നിലപാടാണ് അൻവർ സ്വീകരിക്കുന്നത്. അതായത് ഇത് വളരെ വ്യക്തമാണ്. പാർട്ടിയിലെ ഒരു വിഭാഗം ഈ ഒരു വിഷയത്തിൽ അൻവറിനെതിരെ തന്നെയാണ്. നമുക്കറിയാം ജില്ലയിൽ തന്നെ അൻവറിന്റെ ഇത്തരം നിലപാടിനോട് പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ലാതെ സ്വതന്ത്ര MLA ആയതുകൊണ്ട് ഇടപെടാൻ പരിമിതികളുണ്ട് എന്ന തരത്തിലാണ് പാർട്ടി നേതൃത്വത്തിന്റെ ഒരു പരോക്ഷ പ്രതികരണം തന്നെ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ അൻവർ ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് പാർട്ടി വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കും. ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞില്ല എന്നതുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ വിഷയം വരുന്നത്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള മുഖ്യമന്ത്രി ഏറ്റവും പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയും അതിൻ്റെ ക്രമസമാധാന ചുമതല ADGPക്കെതിരെയും അതിൻ്റെ മുകളിലുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എതിരെയാണ് ഈ ആക്ഷേപങ്ങൾ എന്നതുകൊണ്ട് പരോക്ഷമായിട്ട് ഇതെല്ലാം മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് എത്തുന്നത് നമുക്ക് വ്യക്തമായിട്ടും പറയാൻ സാധിക്കും. ആ ഒരു സാഹചര്യത്തിൽ അൻവർ നടത്തിയിരിക്കുന്നത് വലിയ ഒരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ തുടക്കം തന്നെയാണ്. ഇതിൻ്റെ പരിണിത ഫലം അത് എന്താണെങ്കിലും രാഷ്ട്രീയമായിട്ട് ഏറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാകുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പാർട്ടി ഇത്തരത്തിൽ നിശ്ചിതമായി വിമർശനം ഉന്നയിക്കുന്ന ഒരു സ്വതന്ത്ര MLAയെ ഇനി എത്രമാത്രം സംരക്ഷിക്കും, എത്രമാത്രം പിന്തുണയ്ക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അൻവർ മുമ്പ് നടത്തിയ ഈ പ്രസ്താവനകളൊക്കെ KT ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പിന്തുണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജില്ലയിൽ അൻവറും ജലീലും വാങ്ങുന്നവർ ഇനി മറ്റൊരു രാഷ്ട്രീയ നീക്കത്തിന് തുടക്കം കുറിക്കുകയാണോ എന്ന ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് ഇപ്പോഴത്തെ ഈ സംഭവവികാസങ്ങൾ എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. അനുവാദം, ഒരു കാര്യം കൂടി, ഈ കോഴിക്കോട് നിന്നുള്ളൊരു വ്യവസായി കാണാതായിട്ടുള്ളൊരു മാമി, അദ്ദേഹത്തിൻ്റെ കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ടല്ലോ പി.വി. അൻവർ MLA ഈ വാർത്താ സമ്മേളനത്തിനിടെ. അതിൽ ഈ അജിത് കുമാറിന് എന്ത് പങ്കുണ്ടെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്?
ഈ മാമി ഇടവണ്ണയിലെ ഒരു വെടിവെപ്പ് കേസ് തുടങ്ങി നിരവധി സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ള കേസുകളിൽ പലതുണ്ട്. പക്ഷെ അതിനെയൊന്നും തന്നെ താൻ വിശദാംശങ്ങളിൽ പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ എം.ആർ. അജിത് കുമാറിന്റെ അറിവോടെയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരവുമാണ് എന്ന തരത്തിലാണ് അൻവറിന്റെ ആക്ഷേപം. അത് വ്യക്തമായിട്ടല്ല പറയുന്നത്, അത് പരോക്ഷമായിട്ടാണ് പറയുന്നത്. അതായത് ഈ മാമി അടക്കമുള്ള വിഷയങ്ങളിൽ അത് അന്വേഷിച്ചാൽ പിടി കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് അൻവർ പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അജിത് കുമാർ അടങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ചില കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നുണ്ട്, സ്വർണ്ണക്കടത്തടക്കമുള്ള കാര്യങ്ങൾക്ക് അവരുടെ പിന്തുണ കിട്ടുന്നുണ്ട് എന്ന ഒരു ഗുരുതരമായ ആക്ഷേപം, ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അത് അജിത് കുമാർ കൊല്ലുകയും ചെയ്യും എന്നൊരു പ്രസ്താവനയാണ് അൻവർ നടത്തിയിട്ടുള്ളത്. അതിന് കൂട്ടുനിൽക്കുന്നത് അജിത് കുമാറിന്റെ കീഴിലുള്ള കുറെ പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്ന മറ്റൊരു ആക്ഷേപവുമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അതായത് കുറ്റകൃത്യങ്ങൾക്ക് പോലീസ് നേതൃത്വം നൽകുന്നു, ചില ഗ്രീൻ ചാനൽ വഴി ഈ ഒരു സംവിധാനത്തിന്റെ ദുരുപയോഗം ചെയ്ത് സ്വർണ്ണക്കടത്തിന് വരെ അജിത് കുമാർ കൂട്ടുനിൽക്കുന്നു. അജിത് കുമാർ എന്തുകൊണ്ടാണ് ഈ മലപ്പുറവും കോഴിക്കോടും ഒക്കെ കറങ്ങുന്നത്? അത് ക്രമസമാധാനം നിരീക്ഷിക്കാനല്ലാതെ മറ്റു പല കാര്യങ്ങൾക്കുമാണ് എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് കൃത്യമായി എം.ആർ. അജിത് കുമാർ പോലീസിന്റെ അധികാരം ദുരുപയോഗം ചെയ്യുന്നു, അത് കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ, കള്ളക്കടത്തും അതേപോലെ സ്വർണ്ണക്കടത്തും തുടങ്ങിയ അധോലോക ബന്ധവുമായി നേരിട്ട് ബന്ധമുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് എം.ആർ. അജിത് കുമാർ ഈ ഒരു പദവിയിലിരുന്ന് ചെയ്യുന്നത്. അതിന് അജിത് കുമാറിന്റെ കൂടെ ഒരുപാട് പോലീസുകാരുണ്ട്, അദ്ദേഹത്തിന്റെ കീഴിലുള്ള കുറേ ഉദ്യോഗസ്ഥരുണ്ട്. അവരൊക്കെ ഒരു നെക്സസ് ആയിട്ട് ഇത് ചെയ്യുന്നു. ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിലിടപെട്ടില്ല എന്നതാണ് ഏറ്റവും ചുരുക്കത്തിൽ അൻവർ പറഞ്ഞു വെച്ചിട്ടുള്ള ആക്ഷേപം. ഈ അനുവാദം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇതിൽ അൻവർ ഇന്ന് ലക്ഷ്യമിട്ടത് ആരെയാണെന്നുള്ളതാണ്. ശശിയാണോ അതോ അജിത് കുമാറാണോ? ഇതിൽ എന്താണ് അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനം കൊണ്ട് ലക്ഷ്യമിട്ടത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇതിനൊക്കെ ആധാരം മരം വെട്ടിമാറ്റിയ കേസിൽ അതിൽ സുജിത് ദാസ് PV അൻവറുമായി സംസാരിച്ചു. ആ ഫോൺ കോൾ തൻ്റെ കൈവശമുണ്ട്, അത് വെളിപ്പെടുത്തുമെന്നുള്ള വാർത്താ സമ്മേളനമായി കരുതിയിരുന്നതാണ്. പക്ഷേ അതിനേക്കാളും ഉപരിയായിട്ടുള്ള കുറേ ആരോപണങ്ങൾ ഇന്ന് ഉന്നയിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്താണ് PV അൻവർ ഇന്ന് ആരെ ലക്ഷ്യം വെച്ചു എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നത്. എൽദോ, നമുക്ക് ചില കാര്യങ്ങൾ മുൻപ് നടന്ന കാര്യം കൂടി കൂട്ടിച്ചേർത്ത് വേണം ഇക്കാര്യത്തിൽ പറയാൻ. സുജിത് ദാസ് എന്തിനാണ് അൻവറിനെ വിളിച്ചത്? കാരണം സുജിത് ദാസിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു കേസ്, ആ കേസിന്റെ ഒരു നിയമവശവും മറ്റും മനസ്സിലാക്കുമ്പോൾ അത് എവിടെ എത്തുന്ന തരത്തിൽ സുജിത് ദാസിന്റെ ഭാഗത്ത് ഒരു കുറ്റമുള്ളതായിട്ട് കാണുന്ന തരത്തിലേക്ക് ഒരു സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായേക്കില്ല. പക്ഷേ സുജിത് ദാസിന്റെ പേര് അൻവർ എവിടെയും പറഞ്ഞിട്ടുമില്ല. അൻവർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സുജിത് ദാസിന്റെ കാര്യങ്ങൾ എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ സുജിത് ദാസ് അൻവറിനെ അങ്ങോട്ട് വിളിച്ച് ഈ കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കുകയും അൻവർ നൽകിയ പരാതി പിൻവലിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. കാരണം നമുക്കറിയാം, സുജിത് ദാസിന്റെ കാലത്താണ് കസ്റ്റഡിയിലിരിക്കെ താമർ ജിഫ്രി മരിച്ചതും തുടർന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടായതും CBI അന്വേഷണം ഉണ്ടായതും. അന്ന് ആ കേസ് മയക്കുമരുന്ന് പിടിച്ച പോലീസിലെ 6 ഉദ്യോഗസ്ഥർ CBI കസ്റ്റഡിയിലായി റിമാൻഡിലാവുകയും ഇപ്പോൾ ജാമ്യത്തിലിറങ്ങി തുടങ്ങി വലിയ വിവാദങ്ങളാണ് സുജിത് ദാസിനെതിരെ ഉണ്ടായിരുന്നത്. അപ്പോൾ സുജിത് ദാസ് ഇനി ഒരു വിവാദം കൂടി തനിക്ക് സഹിക്കാൻ കഴിയുന്നതല്ല എന്ന് അദ്ദേഹം സ്വന്തം ഭാഷയിൽ പറഞ്ഞുകൊണ്ടാണ് അൻവറിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് അൻവറിനെ കൊണ്ട് ആ പരാതി പിൻവലിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതിനിടയിൽ അൻവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ആയിട്ടാണ് ഈ ശശിധരന്റെ പേരും അതുപോലെ തന്നെ M.R. അജിത് കുമാറിന്റെ പേരൊക്കെ സുജിത് ദാസ് പറയുന്നത്. സുജിത് ദാസ് അജിത് കുമാറിനെതിരെ ആക്ഷേപം അങ്ങോട്ട് ഉന്നയിക്കുന്നതല്ല. അൻവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഒരുപക്ഷെ അൻവറിനെ സുഖിപ്പിക്കാനോ അൻവറിനെ പ്രീതിപ്പെടുത്താനായിരിക്കാം അത്തരത്തിലൊരു കാര്യം ചെയ്തത്. അത് അൻവർ രാഷ്ട്രീയമായിട്ടൊരു ആയുധമാക്കി. ആ ആയുധം ആദ്യം അജിത് കുമാറിനെതിരെ അൻവർ ഉപയോഗിച്ചു. അജിത് കുമാർ ഒരു കൊള്ളസംഘത്തെ പോലെ പ്രവർത്തിക്കുന്ന ആക്ഷേപം ഉന്നയിച്ചു. ആദ്യഘട്ടത്തിൽ പൊന്നാനിയിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ച KS ഹംസ ഇപ്പോൾ നമ്മളൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഹംസ, ഈ PV അൻവറിന്റെ വാർത്താ സമ്മേളനം അത് ശ്രദ്ധിച്ചു കാണുമല്ലോ. അതിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, P ശശിക്കെതിരെ, ഒപ്പം തന്നെ ADGPക്കെതിരെ, ഇപ്പോഴത്തെ പത്തനംതിട്ട SP സുജിത് ദാസിനെതിരെ, മുൻപ് മലപ്പുറത്തുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അൻവർ ലക്ഷ്യമിടുന്നത് എന്ന് താങ്കൾ കരുതുന്നു? അല്ല, ആദ്യമായി ഞാൻ വളരെ ഖേദം പറയുന്നത്, ഒരു പരിപാടിയുടെ ഉള്ളിലായതുകൊണ്ട് വളരെ കുറച്ച് എനിക്ക് കേൾക്കുന്നുള്ളൂ സംസാരത്തിൽ. ഞാൻ ഒന്ന് റെസ്പോണ്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. PV അൻവറിന്റെ വിഷയങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മാധ്യമങ്ങളിലൂടെ എല്ലാവരും വായിച്ചതാണ്. PV അൻവർ ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം ഒരു കാര്യത്തിൽ ഒരു വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പ്രസക്തി ഉണ്ടാവും, അതിന്റെ ഒരു പ്രാധാന്യം അതിനകത്ത് ഉണ്ടാവും ചെയ്യും. പിന്നെ ഈ ഉദ്യോഗസ്ഥ പ്രമാണിത്വം നമ്മുടെ നാട്ടിലെ ഭരണകൂടങ്ങൾ ഏതൊക്കെ വന്നാലും മാറി മറിഞ്ഞ് വന്നാലും
ഭരണകൂടങ്ങളുടെ ആരോഹ അവരോഹണങ്ങളൊന്നും തന്നെ ബാധിക്കാത്ത ഒരു വിഭാഗമായി മാറിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹം അത് സർക്കാരിന്റെയും അതുപോലെ തന്നെ ജനങ്ങളുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതുകൂടി അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിട്ട് കണക്കാക്കിയാൽ മതി എന്ന് മാത്രമേ അത് സംബന്ധിച്ച് പറയാനുള്ളൂ. അതിൽ കൂടുതൽ അർത്ഥങ്ങളൊന്നും അതിന് കൊടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ താങ്കൾ പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണവും ശരിവെക്കണം. അങ്ങനെയല്ല, അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥ പ്രമാണിത്വത്തെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. പൊളിറ്റിക്കൽ ബാക്കിയെല്ലാം നരേഷനാണല്ലോ. ബാക്കി രാഷ്ട്രീയക്കാരുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ നരേഷൻ മാത്രമേ ഉള്ളൂ. അല്ല, നരേഷനല്ല അദ്ദേഹം ഇന്ന് പറഞ്ഞത് പി ശശി പരാജയമാണോ എന്നുള്ളതാണ്. അല്ല, അത് അദ്ദേഹം അതിന് ശേഷം ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ ചില വീക്ഷണത്തിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യേണ്ടതില്ല. അതേസമയം അത് ഉന്നത തലങ്ങളിൽ തന്നെ ഇടപെട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലുള്ള നീക്കങ്ങൾ നടന്നതായിട്ടാണ് ഞാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സാധ്യത ഇന്ന് വൈകുന്നേരത്തോടു കൂടി സംഭവിക്കും. ഓക്കെ, അപ്പോൾ മറ്റ് ലക്ഷ്യങ്ങൾ അതിന് പിന്നിലില്ല. ഒരുപക്ഷെ ഇത്തരം വിലയിരുത്തലൊക്കെ ഉണ്ട്. ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി സ്വതന്ത്രമായി മത്സരിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കൊക്കെ അദ്ദേഹം പോകുന്നു എന്നുള്ളത് താങ്കൾക്ക് അങ്ങനെ ഒരു ആലോചനയുണ്ടോ? അങ്ങനത്തെ ഒരു സംശയമില്ല? അതൊരിക്കലും ഉണ്ടാവില്ല. അതെല്ലാം ചില ജൽപ്പനങ്ങൾ മാത്രമാണ്. ഞാനും അത്ര ചില സംഗതികൾ ഗോസിപ്പുകൾ കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കുറെ ജൽപ്പനങ്ങൾ മാത്രമാണ്. അങ്ങനെ ഒരിക്കലും ഉണ്ടായില്ല. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഒരു സഹയാത്രികനായും പ്രവർത്തകനായും തന്നെയാണ് അവിടെ നിൽക്കുന്നതും ഇന്ന് സ്റ്റാൻഡ് എടുക്കുന്നതും. ഈ ഉദ്യോഗസ്ഥ പ്രമാണിത്വത്തിനെതിരെ പലപ്പോഴും ശബ്ദിക്കേണ്ടതുണ്ട്. അത് അദ്ദേഹം അത് നടപ്പിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിലുണ്ടാകുന്ന സംശയങ്ങളുണ്ടല്ലോ, ആ സംശയങ്ങളുടെ ദൂരീകരണം ഇന്നത്തോടുകൂടി നടക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു അടിയുറച്ച ഇടതുപക്ഷ MLA എന്നുള്ള മട്ടിലാണ് എങ്കിൽ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ പി ശശി ആരാണ്? പി ശശി CPM-ൽ ഏറ്റവും കരുത്തുറ്റ നേതാക്കളിലൊന്നാണ്. ഭരണം നിയന്ത്രിക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്താം പി ശശി, കാരണം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ. അങ്ങനെയുള്ള ഒരാൾക്കിടെ അദ്ദേഹം വെറുതെ ആരോപണം ഉന്നയിക്കുമോ ശ്രീ ഹംസ? അല്ല, അതിന്റെ പിന്നിൽ ഇത്രേ കണക്കാക്കേണ്ടതുള്ളൂ. ചില സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ആ സംശയങ്ങളുടെ പലപ്പോഴും രാഷ്ട്രീയത്തിലാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ തെറ്റിദ്ധാരണാ ഫലകമായിട്ടുണ്ടാവും. അത് തീർക്കാനുള്ള ശ്രമങ്ങൾ ഇന്നത്തോടുകൂടി നടക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു. ഓക്കെ, ശരി. ശ്രീ കെ സംസിയാണ് പ്രതികരിച്ചത്. ഡാനും അനുമോദ് തുടർന്ന് ഞാൻ ഡാനിലേക്ക് ഒന്ന് പോകുന്നു. ഡാൻ, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയുമാണ് അന്വേഷണമല്ല ആരോപണം വരുന്നത്, അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ. അപ്പോൾ അൻവറിന്റെ ആരോപണങ്ങളെ അങ്ങനെ വെറുതെ എഴുതി കളയാൻ കഴിയില്ല. അതൊരു രാഷ്ട്രീയ ബോംബായി തന്നെ വിലയിരുത്തണം. ADGPക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ അത് മാറ്റിവെക്കാം. അങ്ങേറ്റം പൊളിറ്റിക്കലായി ചിന്തിക്കുമ്പോൾ PV അൻവർ ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നു, ചില ലക്ഷ്യങ്ങൾ മുന്നിലേക്ക് വയ്ക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീ KS ഹംസ സൂചിപ്പിച്ച പോലെ അടിയുറച്ച LDF MLA ആണ് എങ്കിൽ അത് ആദ്യം മാധ്യമങ്ങൾക്ക് മുന്നിലല്ലോ അറിയിക്കേണ്ടത്. സ്വാഭാവികമായി അദ്ദേഹം തുടർന്ന് PV അൻവർ MLA തുടർന്ന് സ്വീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ നിലപാടുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇനി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്ന ഇടപെടലുകൾ, പരാമർശങ്ങൾ, അതൊക്കെ തന്നെയായിരിക്കും ഇന്ന് അദ്ദേഹം നടത്തിയിരിക്കുന്ന ഗുരുതരമായ ആക്ഷേപങ്ങളുടെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത എത്രയുണ്ടെന്ന് തെളിയിക്കാൻ പോകുന്നത്. കാരണം അദ്ദേഹം കൃത്യമായി ആ പാർട്ടിക്കൊപ്പം ചേർന്ന് നിന്ന് ഇത്തരം കാര്യങ്ങളിൽ സ്വയം വിമർശനത്തിന് തയ്യാറാകുന്ന വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയെ നേരിട്ട് ഇക്കാര്യങ്ങൾ അറിയിക്കാനുള്ള എല്ലാ ആക്സസും മുഖ്യമന്ത്രിയുമായി PV അൻവറിനുണ്ട്. അങ്ങനെ ഒരാൾ പിന്നെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ നേരിട്ട് ധരിപ്പിക്കാതെ പരസ്യമായി മാധ്യമങ്ങളുടെ നിലപാട് വ്യക്തമാക്കി? അത് CPM പോലൊരു കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടിയിൽ എന്തുകൊണ്ട് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ പരസ്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറായിക്കൊണ്ട് വലിയൊരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നു എന്നൊരു വലിയ ചോദ്യം ഉയരും. അവിടെയാണ് PV അൻവറിന്റെ ഇത്തരമൊരു ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടോ എന്നോ ഒരു ചോദ്യം കൂടി ഉയരുന്നത്. സ്വാഭാവികമായി അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് അദ്ദേഹമാണ്. അഥവാ അദ്ദേഹം മൌനം തുടരുകയാണെങ്കിൽ ഭാവിയിൽ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ തന്നെയായിരിക്കാം ഇപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളുടെ വിശ്വാസ്യത എന്താണ് എന്നതടക്കമുള്ള, അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാനിരിക്കുന്നത്. അതോടൊപ്പം സോളാർ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ, അതായത് ഇന്ന് വലിയ തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വെട്ടിലാക്കുന്ന, പ്രതിരോധത്തിലാക്കുന്ന പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ
ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. ഒന്നാം പിണറായി സർക്കാരിനെ വലിയ തരത്തിൽ ആക്ഷേപങ്ങൾക്ക് നടുവിലാക്കിയ ഒരു സംഭവമായിരുന്നു സ്വർണ്ണക്കടത്ത് കേസ്. ആ കേസിലടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ ഇനി PV അൻവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തുമോ എന്ന ചോദ്യമുണ്ട്. അതല്ല എങ്കിൽ ആരെയൊക്കെയോ ഭീഷണിപ്പെടുത്താൻ അദ്ദേഹം കൃത്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആ അവസരം മുതലാക്കി എന്ന് വേണം പറയാൻ. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ ഇനിയും തെളിവുകളുണ്ട്. ആ തെളിവുകൾ താൻ പുറത്തുവിടുമെന്നൊക്കെ പറയുമ്പോൾ മടിയിൽ കനമുള്ള ആരൊക്കെയോ ഉണ്ട്. അവരെ പേടിപ്പെടുത്തുന്നതിന് വേണ്ടി PV അൻവർ നടത്തുന്ന ഒരു മുന്നറിയിപ്പായി കൂടി ഈ ഒരു സംഭവങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി, പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയോ ക്രമസമാധാന ചുമതലയുള്ള ADGPയോ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും ഈ ഘട്ടത്തിൽ തയ്യാറാകുമെന്ന് കരുതുക വയ്യ. ഏതായാലും മുഖ്യമന്ത്രി കൃത്യമായി അവരിൽ നിന്ന് വിശദീകരണം തേടും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകുക. അതോടൊപ്പം സുജിത് ദാസിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള മറുപടി ഉണ്ടാകുമോ? അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ, മേലുദ്യോഗസ്ഥർക്കെതിരെ നടത്തിയ വിമർശനങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ ഈ പോലീസ് സേനയെ മുഴുവൻ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയുടെ മുമ്പിൽ നാണം കെടുത്തുന്ന തരത്തിൽ പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിൽ സുജിത് ദാസിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നതും ഇനി കാത്തിരുന്ന് കാണേണ്ടതുണ്ട് എന്നും. ഉറപ്പായും അനുമത, ഈ ഇപ്പോൾ ഡാൻ സൂചിപ്പിച്ചതുപോലെ എന്താണ് അതിന്റെ ലക്ഷ്യമെന്നുള്ളത് കാത്തിരിക്കണം. അതിനൊപ്പം തന്നെ ഇപ്പോൾ P ശശിക്കെതിരെ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ എത്തിയപ്പോൾ, വാർത്താസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, ഇത് ഈ മുഖ്യമന്ത്രിയുമായി ഇക്കാര്യങ്ങൾ സംസാരിക്കാനോ ഈ വിഷയങ്ങൾ ഉന്നയിക്കാനോ കഴിഞ്ഞിരുന്നോ എന്ന്. മാത്രമല്ല, ഈ DYFIക്കാരെ ജയിലിലിട്ടു എന്നുള്ള ഒറ്റ കാരണം, അല്ലെങ്കിൽ അത്തരത്തിൽ സ്വന്തം ജില്ലയിലെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മാത്രമാണോ P ശശിക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കുക PV അൻവർ MLA? തീർച്ചയായും ഇക്കാര്യത്തിൽ നമ്മൾ മുഖ്യമന്ത്രിയല്ല ഇക്കാര്യങ്ങളെല്ലാം തന്നെ ധരിപ്പിക്കേണ്ടത്. അതിനാണ് ആ സംവിധാനങ്ങൾ എന്നാണ് അൻവറിന്റെ വിശദീകരണം ഉണ്ടായത്. പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ പോലീസിനെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചുമതലയുള്ള ആളാണ്. മുഖ്യമന്ത്രി ഒരുപാട് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും P ശശി തന്നെയാണ് ഇതിൽ കാര്യങ്ങൾ എടുക്കേണ്ടത് എന്ന ഒരു വിശദീകരണമാണ്, മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് PV അൻവർ നൽകിയിട്ടുള്ളത്. കാരണം ഈ ഒരു വിഷയത്തിൽ നമുക്കറിയാം, അൻവറിന്റെ ഓരോ ഫേസ്ബുക്ക് പ്രസ്താവനകളിലും കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ഇന്ന് അദ്ദേഹം രാവിലെ ഇട്ടൊരു പോസ്റ്റ് കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കണം. ഒരുപാട് പേർ ഈ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായിട്ടുണ്ട്. അത്തരത്തിലുള്ള രക്തസാക്ഷികൾക്ക് വേണ്ടിയാണ് താൻ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു രക്തസാക്ഷിയാവാനും തനിക്ക് മടിയില്ല എന്ന തരത്തിലൊരു സന്ദേശം. അതായത് പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി താൻ നിലകൊള്ളുന്നു എന്ന പ്രതീതി തന്നെയാണ് അദ്ദേഹം ഈ ഒരു ഘട്ടത്തിൽ ഉണർത്താൻ ശ്രമിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ഒരു വാക്കുപോലും ഉരിയാടാതെ മുഖ്യമന്ത്രിയെ സംരക്ഷിച്ച്, മുഖ്യമന്ത്രി തന്റെ പിതാവിനെ പോലെയാണ്, തന്റെ പിതാവിന് തുല്യം താൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വകുപ്പിനെതിരെ, ആ വകുപ്പ് കൈകാളുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ, ആ വകുപ്പ് കൈയാളുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുകയും, എന്നാൽ തന്റെ ഒപ്പം നിൽക്കുന്ന രാഷ്ട്രീയക്കാരായ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒപ്പമാണ് താൻ ഉള്ളത് എന്ന സന്ദേശവും പങ്കുവയ്ക്കാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതായത് വളരെ വ്യക്തമായിട്ട് ഒറ്റയ്ക്ക് നിന്നാലും തന്റെ കൂടെ കുറെ പേരുണ്ടാകണം എന്ന ഒരു വിദൂര ലക്ഷ്യം അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവനകൾക്കെല്ലാം പേരുണ്ട് എന്ന് നമുക്ക് പ്രാഥമികമായിട്ട് വിലയിരുത്താൻ സാധിക്കും. അദ്ദേഹം അൻവറിന്റെ ഓരോ പ്രസ്താവനയ്ക്ക് പിന്നിലും എന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങളോ കാരണങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമെന്നും വ്യക്തമാണ്. ഇതിൽ സുജിത് ദാസിന്റെ ഫോൺ സംഭാഷണത്തിൽ ഒരുപക്ഷെ സുജിത് ദാസ് വ്യക്തിപരമായി നടത്തിയ ADGPക്കെതിരെ നടത്തിയ പ്രസ്താവനകളാകാം സുജിത് ദാസിന് നാളെ വലിയൊരു തലവേദനയായിട്ടുണ്ടാകാൻ പോകുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് അദ്ദേഹം ശശിധരനെതിരെയൊക്കെ നടത്തുന്നത് ലൂസ് ടോക്കുകളാണ്. പക്ഷേ ഈ അൻവർ ഉന്നയിക്കുന്ന ആയുധങ്ങൾ, അതായത് ADGPക്കെതിരെ അൻവർ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനുവേണ്ട ഊർജം കിട്ടിയത് ഇത്തരം സംഭാഷണങ്ങളിൽ നിന്നാണ് എന്നാണ് വ്യക്തമാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വകുപ്പിൽ ഒരുപാട് അഴിമതിക്കാരുണ്ട്, ഇത്തരം കള്ളക്കടത്തിനും കൊലപാതകത്തിനും കൂട്ടുനിൽക്കുന്നവരുണ്ട്. അതിന് നേതൃത്വം നൽകുന്നവരുടെ തലവൻ അജിത് കുമാറാണ്. ആ അജിത് കുമാറിൻ്റെ ഇത്തരം നടപടികൾ P ശശിയെ അറിയിച്ചിട്ടും P ശശി അത് അംഗീകരിച്ചില്ല, അല്ലെങ്കിൽ അതിനെതിരെ നടപടിയെടുത്തില്ല എന്ന് പറയുമ്പോൾ ശശിയുടെ അറിവോടെ തന്നെയാകും ഇതൊക്കെ. ശശിയും അരിഭക്ഷണം കഴിക്കുന്ന ആളല്ലേ എന്നാണ് അദ്ദേഹം മറുപടിയായിട്ട് ചോദിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തി ആ വകുപ്പിനെതിരെ, വകുപ്പിലെ ഉന്നതർക്കെതിരെ വലിയ വിമർശനം. എന്നാൽ താൻ പാർട്ടിക്കൊപ്പമാണ്, പാർട്ടിയിലെ സാധാരണക്കാർക്കൊപ്പമാണ്, രക്തസാക്ഷികൾക്കൊപ്പമാണ്, പാർട്ടിക്ക്
പാർട്ടിക്ക് വേണ്ടിയാണ് താൻ ഇതെല്ലാം സംസാരിക്കുന്നത്, പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ആളില്ലാത്ത സാഹചര്യത്തിലാണ് താൻ ഇതെല്ലാം പറയേണ്ടി വന്നത് എന്ന തരത്തിലുള്ളൊരു വിശദീകരണം അദ്ദേഹം സ്വയം തീർത്ത് അദ്ദേഹം കൃത്യമായിട്ടുള്ള ചില പ്ലാനിങ്ങോടെയോ ആയിരിക്കാം ഇത്തരത്തിലുള്ള നടപടികൾ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുകൂടി ആവർത്തിക്കുകയാണ്. KT ജലീൽ അദ്ദേഹത്തിന് 2 ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ അൻവറിന് വലിയ പിന്തുണയാണ് നൽകുന്നത്. ഒരുപക്ഷെ ഇടതുപക്ഷ MLA-മാർ, മലപ്പുറം ജില്ലയിലെ ഇടതുപക്ഷ MLA-മാർ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതിനെക്കുറിച്ചുള്ള സാധ്യതകളും വിദൂര സാധ്യതകളും രാഷ്ട്രീയത്തിലൊന്നും അസാധ്യമല്ല എന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് വരെ നമ്മൾ ഒരുപക്ഷെ ചർച്ച ചെയ്യേണ്ടിയിരിക്കും. കാരണം അതൊക്കെ രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിൽ അതൊക്കെ സാധ്യവുമാണ്. പക്ഷേ അൻവറിൻ്റെ ഈ പ്രസ്താവനകൾ കേവലം അതൊരു രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയ ദീർഘവീക്ഷണത്തോടെയുള്ള കാഴ്ചപ്പാടെയുള്ള ചില നടപടികളുടെ തുടക്കം കൂടിയാണെന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. റൈറ്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ്. രാഷ്ട്രീയ ബോംബാണ് ഇന്ന് പൊട്ടിച്ചത് PV അൻവർ MLA. അതിൻ്റെ അനുരണനങ്ങൾ അത് തുടർ സമയങ്ങളിലുണ്ടാകും. എന്തൊക്കെയാണ് ഇനി സർക്കാർ എടുക്കുന്ന നിലപാട്, അതിൻ്റെ പ്രതികരണം, LDFൻ്റെ പ്രതികരണം ഒക്കെ നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. കാരണം ഗുരുതരമായിട്ടുള്ള ആരോപണം അത് പോലീസിനെതിരെയുണ്ട്, പൊളിറ്റിക്കൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയുമുണ്ട്. വരും സമയങ്ങളിൽ നമുക്ക് കാത്തിരിക്കാം. എന്നാൽ ഇപ്പോൾ നോക്കാം സ്വർണ്ണ വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6695, പവന് 53,560. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5545, പവന് 44,360. വെള്ളി ഗ്രാമിന് 92 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ബുള്ളറ്റിൻ തുടരും.